ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മെയ് മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക കാല ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉള്ളത്. ഇവർക്ക് ഇപ്പോൾ സൂര്യൻ ഈ മാസം മുഴുവനും അത്ര അനുകൂല അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. മനക്ലേശം, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, വ്യാപാരത്തിലോ ബിസിനസ്സിലോ ഒക്കെ ചില നഷ്ടങ്ങളോ അല്ലെ പ്രതീക്ഷിക്കുന്ന പോലുള്ള പ്രോഫിറ്റൊന്നും കിട്ടാതെ വരിക, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ധനക്ലേശത്തിന് സാധ്യതയുണ്ട്. ദുർജനങ്ങളുമായിട്ടുള്ള ചില കൂട്ടുകെട്ട്, അതും ധനക്ലേശത്തിനോ പേരുദോഷത്തിനോ ഒക്കെ വഴിതെളിക്കുന്നുണ്ട്. കുടുംബക്ലേശത്തിനും ഒക്കെ ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ നന്നല്ല ഈ മാസം മുഴുവനും. മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക, ഈ ദോഷത്തിനൊക്കെ കുറവുണ്ടാകുന്നതാണ്. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുവിരോധം ഉണ്ടാകാം, ഉദര സംബന്ധമായ രോഗം ഉണ്ടാകാം, സ്ഥാനഭ്രംശം, ഉദര രോഗങ്ങൾ, മനക്ലേശങ്ങൾ, ഇതിനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ഒരു പുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചനോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നെയ്വിളക്ക് കത്തിക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം അറ്റ്ലീസ്റ്റ് പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് വരുന്നതും വളരെ നല്ലതാണ്, ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ ദുർഗാക്ഷേത്രത്തിൽ. പിന്നെ ബുധൻ 6-ാം തീയതി മുതൽ 23-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ്. ധനനാശത്തിന് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് വഴക്ക്, ദുർജന സംസർഗം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ്, ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ 23-ാം തീയതിക്ക് ശേഷം ബുധൻ വളരെ അനുകൂലനായിട്ടാണ്. ധനനേട്ടം ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനം, ആഭരണാദികളൊക്കെ വസ്ത്രങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. വളരെ നല്ലതാണ് അങ്ങോട്ട് 23-ാം തീയതി മുതൽ അങ്ങോട്ട്. പിന്നെ വ്യാഴം അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. 14-ാം തീയതി വരെ വേദം ഭവിക്കുന്നു. അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും വേദദോഷമുണ്ട് 14-ാം തീയതി വരെ. അപ്പോൾ അതിന് ശേഷം ദോഷസ്ഥാനത്തേക്കാണ് മാറുന്നത്. അത് നല്ലതല്ല. 3-ാം ഭാവത്തിലോട്ടാണ്. ധനച്ചെലവ് അധികമായിട്ട് വരിക, ദൂരയാത്ര, വിശ്വാസ വഞ്ചന ഇതൊക്കെ ഉണ്ടാകുക, ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. ജോലി സ്ഥലത്ത് ചില മാറ്റത്തിന് ഒക്കെയും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അല്ലെ സഹസ്രനാമം അർച്ചന ചെയ്യുക, ഇത് വളരെ നല്ലതാണ്, ക്ലേശങ്ങൾ കുറഞ്ഞു തരും. പിന്നെ ശുക്രൻ അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. പലയിടത്തും ചില വിഘ്നങ്ങളൊക്കെ വരാം, ചിലവ് അധികമായിട്ട് വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശനി 7.5 ശനിയായി തുടരുന്നു എങ്കിലും അപ്പോൾ ധനനഷ്ടത്തിനൊക്കെ ഒരു ദൂരയാത്ര, ധനനഷ്ടം, മനക്ലേശം, അമിതമായിട്ടുള്ള ചെലവ് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് ഒരു നീരാഞ്ജനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നാൽ 14-ാം തീയതി വരെയുള്ളൂ ഈ ക്ലേശങ്ങളൊക്കെ. 7.5 ശനിയുടെ ഈ ക്ലേശം 14-ാം തീയതി മുതൽ ശനിക്ക് വിപരീത വേദം ഭവിക്കുന്നത് മൂലം വളരെയേറെ അനുകൂലനായിട്ട് വരുന്നതാണ്. നല്ല ബലങ്ങൾ, ആരോഗ്യം അനുകൂലമായി വരിക, കാര്യ വിജയം ഉണ്ടാകുക, ഈ ഉദ്യോഗമൊക്കെ നോക്കുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട്. പല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. നല്ല ഫലം തരുന്നതാണ്. രാഹു ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അധികമായിട്ടുള്ള ചെലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ ഈ 19-ാം തീയതിക്ക് ശേഷം നേരെ വിപരീതനാകുന്നതാണ്. വളരെ 18-ാം തീയതിക്ക് ശേഷം 19-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായി വരുന്നതാണ് രാഹു. എന്നാൽ കേതു 19-ാം തീയതി വരെ വളരെ അനുകൂലനാണ്.
അത് കഴിഞ്ഞ് നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ അത് കഴിഞ്ഞ് ചെറിയ ടെൻഷനൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട് 19-ാം തീയതിക്ക് ശേഷം. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷമൊക്കെ കുറയും. അതുപോലെ തന്നെ ഓം നമഃശിവായ ജപിക്കുക, ദുർഗാ ദേവിയെ പ്രീതിപ്പെടുത്തുക, ദുർഗാ പ്രാർത്ഥന ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷവും കുറയുന്നതാണ്. ഇനി ഇടവക്കൂറ്, കാർത്തിക, മുക്കാല, രോഹിണി, മകയിരം പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ അനുകൂലനല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അധികമായിട്ടുള്ള ചെലവ്, കാര്യതടസ്സം, സ്ഥാനഭ്രംശം, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, മനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ഓം നമഃശിവായ ജപിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം കുറയുന്നതാണ്. പിന്നെ കുജൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം ഉണ്ടാകുക, ശത്രു നാശം ഉണ്ടാകുക, സ്ഥാനമാന നേട്ടങ്ങളെ, ആഭരണാദികളൊക്കെ ലഭിക്കുക. അതുപോലെ തന്നെ പലയിടത്തും ജോലി ഒക്കെ അന്വേഷിക്കുന്നവർക്കുണ്ടെന്ന് വെച്ചാൽ അതിനൊക്കെ നല്ല സാധ്യത ഉണ്ടാകുക. ഭാഗ്യം അനുകൂലമായി വരിക, സർവ്വകാര്യ വിജയം ഉണ്ടാകുക. പലയിടത്തും ധൈര്യം അനുകൂലമായിട്ട് വരിക, ധൈര്യം നന്നായി ഉണ്ടാകുക. ഇതിനൊക്കെ നല്ല സാധ്യതയുള്ള ഒരു നല്ല സമയം തന്നെയാണ്. പിന്നെ ബുധൻ 6-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ആരോഗ്യം, സുഖം, പ്രശംസ, നേട്ടം, അതുപോലെ സ്നേഹം, ബന്ധുക്കൾ മൂലം സന്തോഷം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ 6-ാം തീയതി മുതൽ 6-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് അനുകൂലം അല്ലാതെയാണ്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്, സുഖനാശത്തിന് സാധ്യതയുണ്ട്, കാര്യങ്ങൾക്കൊക്കെ പല തടസ്സങ്ങൾക്കും ബന്ധുക്കളുമായിട്ട് വിരോധം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ എന്നാൽ 23-ാം തീയതിക്ക് ശേഷവും അത്ര അങ്ങോട്ട് അനുകൂലമല്ലാതെയാണ്. പിന്നെ 6-ാം തീയതി മുതൽ ഇങ്ങോട്ട് വളരെ ദോഷപ്രദം തന്നെയാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത്യാവശ്യമാണ്. പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ല. അപമാനം, ജോലി സ്ഥലത്ത് ക്ലേശം, മനക്ലേശം, ജോലി മാറുന്നതിന് തന്നെ ഒരു സാധ്യത, ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്. എന്നാൽ 14-ാം തീയതി വ്യാഴം അനുകൂല ഭാവത്തിൽ വരുന്നെങ്കിലും വേദദോഷം ഭവിക്കാതെ അത്ര അനുകൂലനല്ലാതെയാണ് തീരുന്നത്. അപ്പോൾ ധനക്ലേശം ഉണ്ടാകാം. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുകൊണ്ട് തന്നെ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പക്ഷേ ഈ വേദദോഷം അധികമില്ല. 12-ൽ ഏതെങ്കിലും ഒരു 12-ാം ഭാവത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുന്ന കാലം വരെ ഉള്ളൂ. അതിനിപ്പോൾ അടുത്ത ഒരു മാസം കൂടെ കാണുകയുള്ളൂ. ശുക്രൻ വന്നിട്ട് അത് കഴിഞ്ഞാൽ വ്യാഴം വളരെ അനുകൂലനായിട്ട് വരുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് നിൽക്കുന്നത്. വളരെയേറെ നല്ല നേട്ടങ്ങളൊക്കെ തരുന്നതാണ്. ധനലാഭം, പ്രതാപം, സർവകാര്യ വിജയം, ഭയങ്ങളൊക്കെ മാറിക്കിട്ടൽ, സ്ത്രീകൾ മൂലം പല നേട്ടങ്ങളുണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, രോഗശമനം ഉണ്ടാകുക, അധികാരപ്രാപ്തി ഉണ്ടാകുക, പലയിടത്തും പല സ്ഥാനമാനങ്ങൾ, അധികാരം ഒക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. വളരെ 2.5 വർഷത്തേക്ക് വളരെ നല്ല നേട്ടങ്ങൾ ശനി തരുന്നതാണ്. പിന്നെ രാഹു വളരെ അനുകൂലനാണ്. എന്നാൽ കേതു മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശത്തിന് സാധ്യതയുണ്ട്. പിന്നെ 19-ാം തീയതി മുതൽ അങ്ങോട്ട് രാഹു കേതുവിൻ്റെയും ഒരു മാറ്റമുണ്ട്. അപ്പം രാഹു കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത വരുത്തുന്നതാണ്. അപ്പോൾ ഓം നമഃശിവായ ജപിക്കുക, ദുർഗാ മന്ത്രം ജപിക്കുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷമൊന്നും ബാധിക്കുന്നതല്ല. പിന്നെ ഗണപതി മന്ത്രം ജപിക്കലോ ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ്. ഇനി മിഥുന രാശി, മകയിരം പകുതി, തിരുവാതിര, പുണർതം, മുക്കാല ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുന രാശിയിലുള്ളത്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനാണ്. നല്ല പല നേട്ടങ്ങളും തരുന്നതാണ്. ധനലാഭം, പുതിയ സ്ഥാനമാനങ്ങളെ, ആരോഗ്യമൊക്കെ നന്നായി വരിക, വളരെ പലയിടത്തും അഭിമാനത്തിന് സാധ്യത ഉണ്ടാകുന്നതാണ്. പുതിയ ജോലി ലഭിക്കുക,
പുതിയ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതയുള്ളതാണ്. തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. വീട്ടിൽ ചില നല്ല ഫങ്ഷനുകളോ ഒക്കെ നടക്കുന്നതിനൊക്കെ ഒരു സാധ്യതയുള്ള നല്ല സമയം തന്നെയാണ്. നെയിം, ഫെയിം, മണി ഇതൊക്കെ കിട്ടുന്നതാണ്. എന്നാൽ 15-ാം തീയതി മുതൽ അത്ര അനുകൂലമല്ലാതെയാണ്. കാര്യതടസ്സം, ബന്ധുമിത്രാദി യോഗം ഉണ്ടാകുക, ധനഹാനി ഉണ്ടാകുക, ദൂരയാത്ര തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ദോഷം കുറയുന്നതാണ്. ഓം നമഃശിവായ ജപിക്കുക, അതൊക്കെ അപ്പം നല്ലതാണ്. ദോഷത്തിന് ഒരു കുറവുണ്ടാകും. പിന്നെ കുജൻ അത്ര അനുകൂലൻ അല്ലാതെയാണ്. മനസമാധാനക്കുറവ്, ബന്ധു വിരഹം ഉണ്ടാകാം, ധനക്ലേശം ഉണ്ടാകാം, കടുത്ത വാക്കുകൾ മൂലം പല ക്ലേശങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ബുധൻ 23-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശത്രു പരാജയം, പുതിയ സ്ഥാനമാന ലാഭം, സുഖം, പ്രശംസ, അതുപോലെ നല്ല ധനാഗമം, ബന്ധുസ്നേഹം, ബന്ധുക്കൾ മൂലം പല നേട്ടങ്ങളെ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 23-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനഷ്ടം ഉണ്ടാകാം, തോൽവിയെപ്പറ്റി ഒരു ഭയം ഉണ്ടാകാം, അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സങ്ങളെ, വിഘ്നങ്ങളെ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. പിന്നെ 14-ാം തീയതി വരെ വ്യാഴം അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ധനലാഭം, സുഖപ്രാപ്തി, പ്രശസ്തി, ഉയർച്ച, ശത്രുനാശം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ 14-ാം തീയതി മുതൽ അത്ര നന്നല്ല. ജോലി സ്ഥലത്ത് ക്ലേശത്തിന് സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. ജോലി സ്ഥലത്തിന് ക്ലേശം എന്നല്ല, മാറ്റത്തിനോ ജോലി നഷ്ടപ്പെടുന്നതിന് പോലും സാധ്യതയുണ്ട്. കണ്ടകശനിയും ഉള്ള സമയമാണ്. അപ്പോൾ 14-ാം തീയതി വരെ വ്യാഴം ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ഭേദദോഷം, വിപരീത ഭേദം മൂലം വ്യാഴം അനുകൂലനായിട്ടാണ് ഫലം തരുന്നത്. പക്ഷേ 14-ാം തീയതി ജന്മരാശിയിലിട്ട് വരുന്നു. അപ്പോൾ ആ ഫലങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ജോലി മാറുന്നതിനോ ഒക്കെ നല്ല സാധ്യതയുണ്ട്. ജന്മരാശിയിൽ വ്യാഴം നിൽക്കുക, 10-ൽ ശനി നിൽക്കുക, അപ്പം ജോലിക്കൊരു മാറ്റത്തിന് യോഗമുണ്ട്, ശ്രമിച്ചോളുക. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീകളുമായിട്ടൊക്കെ കലഹമോ മനക്ലേശമോ ധനനഷ്ടമോ ധനക്ലേശമോ ഒക്കെ തുടങ്ങിയ നല്ല ദോഷപരമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. അപ്പോൾ ദേവീ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ശനി അത്ര അനുകൂലനല്ല. അത് കണ്ടക ശനിയായിട്ട് ആണ് സഞ്ചരിക്കുന്നത്. കർമ്മഭാവത്തിലാണ്. അപ്പോൾ 10-ാം ഭാവത്തിലാകുമ്പം ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ വരാനും സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ, മരുന്ന് കഴിക്കുന്നവരൊക്കെ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മരുന്നൊക്കെ യഥാസമയം കഴിക്കുക, ചെക്കപ്പൊക്കെ യഥാസമയം ചെയ്യുക വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുന്നതോ ഓം എന്താ പറയുക ശനി മന്ത്രം ജപിക്കുന്നതോ ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന മന്ത്രം ജപിക്കുന്നത്, ഹനുമാൻ ചാലീസ ജപിക്കുക, ഇതൊക്കെ ദോഷത്തിനൊരു കുറവ് വരുത്തുന്നതാണ്. ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല നമ്മുടെ പക്കപ്പറന്നാൾ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്, ദോഷം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ കാലഭൈരവ സ്വാമിയുടെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് യഥാശക്തി വഴിപാട് ചെയ്യുക. ഒരു അർച്ചന ചെയ്താൽ മതി, വളരെ എഫക്റ്റീവ് ആകുന്നതാണ്. കാലഭൈരവൻ എന്ന് വെച്ചാൽ ശനീശ്വരൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരെ ശനി ഒരിക്കലും ഒരു വിധത്തിലും ലേശം പോലും ശല്യം ചെയ്യില്ല, ക്ലേശിപ്പിക്കില്ല, നേരെ മറിച്ച് അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ കാലഭൈരവ സ്വാമിക്ക് ക്ഷേത്രം അടുത്തെങ്ങാണ്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടെങ്കിലും ഒരു വിളക്ക് കത്തിക്കുക, അത് നല്ലതാണത്.
പിന്നെ രാഹുകേതുക്കളെ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഹെൽത്തിനോ അതുപോലെ തന്നെ ജോലി സ്ഥലത്തോ ഒക്കെ ചില മാറ്റത്തിനൊക്കെ ഒരു സാധ്യതയുള്ളതാണ്. അത് ഇപ്പം ദുർഗാ മന്ത്രം ജപിക്കുക, ഓം നമഃശിവായ ജപിക്കുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷമൊന്നും ഉണ്ടാകില്ല. അതിനാൽ കേതു ഹെൽത്ത് സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ ഒക്കെ ചില ക്ലേശങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ ദോഷവും മാറും. പക്ഷേ ഈ 19-ാം തീയതി മുതൽ അങ്ങോട്ട് 18-ാം തീയതി രാത്രി ഇവരുടെ രാശിമാറ്റമുണ്ട്. അപ്പോൾ 19-ാം തീയതി മുതൽ കേതു വളരെ അനുകൂലനായിട്ട് വരുന്നതാണ്. നെയിം ഫെയിം ഇതൊക്കെ തരുന്നതാണ്. നല്ല രാഹു ഭാഗ്യസ്ഥാനത്തോട്ട് മാറുന്നുണ്ട്. ഭാഗ്യദോഷം വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പിതൃക്ലേശം വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ശിവനെ പ്രാർത്ഥിക്കുക, ഓം നമഃശിവായ ജപിക്കുക, ഓം ഹ്രീം ദും ദുർഗായി നമ എന്ന ദുർഗാ മന്ത്രം ജപിക്കുക, ഒരു അർച്ചനയോ ധാരയോ ഒക്കെ ചെയ്യുക. ഇതൊക്കെ നല്ലതാണ്. ഈ രാഹുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഇനി കർക്കിടകക്കൂറ്. പുണർതം, കാല, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. നേട്ടം ഉണ്ടാകാം, പിന്നെ ധനലാഭം നന്നായിട്ട്, ആരോഗ്യം അനുകൂലമായി വരിക, ബന്ധുക്കളുമായിട്ടൊക്കെ കാണുന്നതിനും കൂടിക്കാഴ്ചയ്ക്കും ഒക്കെ സാധ്യതയുണ്ട്. അവർ മൂലം പല നേട്ടങ്ങൾ, സന്തോഷങ്ങൾ, അതുപോലെ അധികാരികളും ഒക്കെ ആയിട്ടും പല അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ അവരിൽ നിന്നും ലഭിക്കുന്നതിനും സന്തോഷം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. സർവാഭിഷ്ട ലാഭം അതിനൊരു സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, പുതിയ ജോലി ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ്. ഭാര്യയുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ദേഹത്ത് മുറിവോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ പൊതുവേ അത്ര നന്നല്ല. നല്ല ടെൻഷനും ദേഷ്യവും ഒക്കെ കൂടുന്നതിന് സാധ്യതയൊക്കെ, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതുമൂലം പല ദോഷങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെ ദുർഗാദേവിക്ക് ഒരു യഥാശക്തി ഒരു നെയ്വിളക്ക് കത്തിക്കലോ അല്ലെ ഒരു പുഷ്പാഞ്ജലി ചെയ്യലോ ഒക്കെ ചെയ്യുക. പോയി തൊഴുതിട്ട് വരിക ചൊവ്വാഴ്ച ദിവസമെങ്കിലും തന്നെ വളരെ നല്ലതാണ്. ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 6-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ്. 6-ാം തീയതി വരെ അത്ര നന്നല്ല. പുതിയ സ്ഥാനമാനങ്ങളെ, ധനലാഭം, ശത്രുപരാജയം, സുഖം, ആരോഗ്യം, പ്രശംസ, ധനാഗമനം ഉണ്ടാകുക, ബന്ധുക്കൾ മൂലമൊക്കെ പല നേട്ടങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം 14-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനലാഭം ഉണ്ടാകുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, സർവകാര്യ വിജയം ഉണ്ടാകുക, സന്താനപ്രാപ്തി ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങളെ, സന്തോഷങ്ങൾ ഇതൊക്കെ ലഭിക്കുക. എല്ലായിടത്തും സർവകാര്യ വിജയം എന്ന് വേണം പറയാൻ. എല്ലായിടത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുക, സാധിക്കുക, വിജയം ഉണ്ടാകുക, സന്താനപ്രാപ്തി ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. ഈ 14-ാം തീയതി വരെ വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സാധിക്കുന്നതാണ്. പ്രൊമോഷനൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് ഒരു സാധ്യതയുണ്ട്. എന്നാൽ 14-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അധികമായിട്ടുള്ള ധനച്ചെലവുണ്ടാകാം, വിശ്വാസവഞ്ചന ഒക്കെ ഉണ്ടാകാം, അതുപോലെ വീട് വിട്ടു പോകേണ്ടി വരിക, അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ദൂരയാത്ര, ഈശ്വരാധീന കുറവ് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുത്തുന്നതിന് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വിഷ്ണു അഷ്ടോത്തര ശതമോ ഓം നമോ നാരായണായ ജപിക്കുന്നതോ ഒക്കെ നല്ലതാണ്. ദോഷം കുറയും. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സർവാഭിഷ്ട ലാഭം, ആരോഗ്യപ്രാപ്തി, വസ്ത്രധനാദി ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി അത്ര ദോഷപ്രദനല്ല, എന്നാൽ വളരെ അനുകൂലനും അല്ല.
പിതാവിനൊക്കെ ചില ക്ലേശങ്ങളോ പിതൃബന്ധുക്കൾക്ക് ക്ലേശങ്ങളോ അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ജനം വഴിപാട് ചെയ്യുക, ഹനുമാൻ സ്വാമിക്കൊരു വെറ്റിലമാല നടത്തുക തുടങ്ങിയ വഴിപാടുകളൊക്കെ നല്ലതാണ്, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു അത്ര നന്നല്ല, ഭാഗ്യം കുറയ്ക്കാം, അച്ഛന് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം, അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദുർഗാദേവിയോ അല്ലെ മഹാദേവനെയൊക്കെ പ്രാർത്ഥിക്കുക, ചെറിയ വഴിപാട് ചെയ്യുക, അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. എന്നാൽ കേതു വളരെ അനുകൂലനാണ്, പക്ഷേ അത് 18-ാം തീയതി വരെ ഉള്ളൂ. 19-ാം തീയതി മുതൽ കേതു രാഹു മാറുന്നതുകൊണ്ട് കേതു അത്ര അനുകൂലനല്ലാതെ വരികയാണ്. 19-ാം തീയതി മുതൽ ധനക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തിയാൽ കേതുവിൻ്റെ ദോഷമൊന്നും വരില്ല. ഇനി ചിങ്ങരാശി. മകം, പൂരം, ഉത്രം, കാല ഈ 3 നക്ഷത്രങ്ങളാണ് ചിങ്ങരാശിയിലെ. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ അനുകൂലനല്ലാതെയാണ്. ധനക്ലേശം, മനക്ലേശം, ബന്ധു വിരഹം ഉണ്ടാകുക, വരുമാനത്തിലൊക്കെ ചില തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകാം, ബന്ധുക്കൾ മൂലം ചില മനക്ലേശം ഉണ്ടാകാം, പിതാവ് മൂലം ചില മനക്ലേശം ഉണ്ടാകാം. അപ്പോൾ ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ട്. പക്ഷേ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക, ഓം നമഃശിവായ ജപിക്കുക. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. എന്നാൽ 15-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ്. ധനലാഭം ഉണ്ടാകാം, ബന്ധു സമാഗം ഉണ്ടാകാം, അധികാരികളുമായിട്ടൊക്കെ അനുകൂലമായിട്ടുള്ള ഡീലിങ്, അധികാരികൾ മൂലം പല നേട്ടങ്ങൾ, സന്തോഷം ഉണ്ടാകുക, ശത്രുപരാജയം ഉണ്ടാകുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, സർവാഭിഷ്ട ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ സാധിച്ചു കിട്ടുന്നതാണ്. പിന്നെ ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് അതിനും ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള ജോലി സ്ഥലത്ത് ഒരു സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പൊതുവെ വളരെയേറെ നല്ലതാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ്. ധനച്ചെലവ് അധികമായി വരിക, മനക്ലേശം ഉണ്ടാകുക, ദൂരയാത്ര, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക. അപ്പോൾ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകും. ഭദ്രകാളി ക്ഷേത്രം അല്ലെ ദുർഗാദേവിക്ക്. പിന്നെ ബുധൻ 23-ാം തീയതി വരെ അത്ര അനുകൂലൻ അല്ലാതെയാണ്. കാര്യതടസ്സം, മനക്ലേശം, ശത്രുക്കൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ പല ദോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്, ദോഷം കുറയുന്നതാണ്. എന്നാൽ 23-ാം തീയതി മുതൽ ഈ ബുധൻ തന്നെ വളരെ അനുകൂലനായിട്ട് വരുന്നതാണ്. നേരെ വിപരീതമായിട്ട് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ധനലാഭം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക തുടങ്ങി വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സ്ഥാനമാന ലാഭം, ശത്രുനാശം. വ്യാഴത്തിന് 14-ാം തീയതി വരെ ദോഷഭാവത്തിലാണെങ്കിലും വേദദോഷം മൂലം അത് വളരെ അനുകൂലനായിട്ടാണ് വരുന്നത്. പൊതുവെ അതിനുശേഷമാണെന്ന് വെച്ചാൽ 11-ാം ഭാവത്തിൽ വളരെ നല്ലത് തന്നെയാണ്. ആനന്ദപ്രാപ്തി ഉണ്ടാകുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, സർവകാര്യ വിജയം തുടങ്ങിയ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല. ധനലാഭം, ദുഃഖശാന്തി, സുഖം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ ശനി വളരെ ദോഷസ്ഥലത്താണ്, അഷ്ടമശനിയായിട്ട് തുടരുന്നു. അപ്പോൾ എന്നാലും അത്ര ദോഷപ്രദനല്ല, തുടക്കമാണ് എങ്കിലും തുടങ്ങിയതേ ഉള്ളൂ അഷ്ടമശനിയിൽ. എങ്കിലും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. എള്ളുകിഴി കത്തിക്കുക നല്ലതാണ്. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ്. ഹനുമാനൊരു വെറ്റിലമാല ചാർത്തുക. ഇതൊക്കെ ഈ ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ്. എന്നാൽ രാഹു കേതുക്കളെ അത്ര അനുകൂലം അല്ല അങ്ങോട്ട്. ഇനി 19-ാം തീയതി മുതലായാലും രാശിമാറ്റമുണ്ട്, അതായാലും അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ദുർഗാ മന്ത്രം ജപിക്കലോ, ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യലോ, ഓം നമഃശിവായ ജപിക്കലോ, ധാരയോ കൂളമാലയോ ഒക്കെ മഹാദേവന് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷമൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ്. ഇനി കന്നിക്കൂറ്.
ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മാസം മുഴുവനും. ശത്രുക്കളുമായിട്ടൊക്കെ ചില വഴക്കിന് സാധ്യതയുണ്ട്, പത്നി കോപത്തിന് സാധ്യതയുണ്ട്, ധനനഷ്ടം അല്ലെ ധന അധികമായിട്ടുള്ള ചിലവ്, മനസമാധാനം കുറയുക, ബന്ധു വിരഹം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക, ഓം നമഃശിവായ ജപിക്കുക. അപ്പം ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യം, ധനധാന്യ വസ്ത്രാദികളൊക്കെ ലഭിക്കുക, സന്തോഷം ലഭിക്കുക, സർവകാര്യ വിജയം ഉണ്ടാകുക, ഭൂമി ലാഭത്തിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എല്ലായിടത്തും കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്, സർവകാര്യ വിജയം ഉണ്ടാകുന്നതാണ്. പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വഴക്ക്, മനക്ലേശം, കാര്യതടസ്സം തുടങ്ങിയ ക്ലേശങ്ങൾക്ക്, ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെന്ന് വെച്ചാൽ ഈ ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം ഉണ്ടാകാം, ഉത്തമമായിട്ടുള്ള ആഹാരം, സന്താനഭാഗ്യം, ഗ്രഹലാഭം, ഉയർച്ച, സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഭാഗ്യം അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്രതീക്ഷിത ധനനേട്ടത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട്. 14-ാം തീയതി മുതൽ വ്യാഴം 10-ാം ഭാവത്തിലോട്ട് വരുന്നതാണ്. പക്ഷേ 10-ാം ഭാവത്തിൽ അത്ര നന്നല്ല. എന്നാൽ ആ സമയത്ത് വിപരീത ഭേദം മൂലം വ്യാഴം വളരെ അനുകൂലനായിട്ട് തന്നെയാണ് ഫലങ്ങൾ തരുന്നത്. വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ മാസം മുഴുവനും. പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ്. സ്ത്രീകൾ മൂലം ക്ലേശങ്ങളെ, ദുഃഖം, നിത്യവൃത്തിയിലൊക്കെ ചില ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. വെള്ളിയാഴ്ച ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ്, ദോഷം കുറയും. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ ലക്ഷ്മി സ്തവങ്ങളോ മഹാലക്ഷ്മി നാമങ്ങളോ സഹസ്രനാമോ അഷ്ടോത്തര ശതമൊക്കെ ജപിക്കുന്നതും വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്രത്തിൽ പോയിട്ടൊരു പുഷ്പാഞ്ജലി നടത്തലോ തൊഴുത് വരുന്നതെങ്കിലും നല്ലതാണത്. പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. അതത്ര നന്നല്ല. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ മാർച്ച് 29 മുതൽ. എങ്കിലും അയ്യപ്പസ്വാമിക്ക് ഒരു നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്, എള്ളുകിഴി കത്തിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസം പൊതുവെ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ രാഹുകേതുക്കളും അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത്, വളരെ ദോഷപ്രദരായിട്ടാണ്. അപ്പോൾ ബിസിനസ് കാര്യത്തിന് വീട്ടിൽ ഉള്ള ലൈഫ് പാർട്ട്ണറുമായിട്ടോ ബിസിനസ് പാർട്ട്ണറുമായിട്ടോ ഒക്കെ വഴക്ക് കൂടുന്നതിനോ അവർ മൂലം മനക്ലേശം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ 19-ാം തീയതി മുതൽ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്, നല്ല നേട്ടങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ കേതു ഇത് മാസം മുഴുവനും ദോഷപ്രദനാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തോളൂ. ഗണപതിയുടെ ഓം മന്ത്രമുണ്ട്, ഓം ഗം ഗണപതേ നമഃ. ആ മന്ത്രം ജപിക്കലോ, മാസത്തിൽ നമ്മുടെ ജന്മനാൾ വരുമ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തല്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കേതുവിൻ്റെ ഈ ദോഷങ്ങൾ കുറച്ച് കിട്ടും. കൂടാതെ സർവ്വവിഘ്നങ്ങൾ മാറുന്നതിന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും കിട്ടുന്നതാണ്. ഇനി തുലാരാശി. ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ് തുലാരാശിയിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരും സ്നേഹിതരും ആയിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പലയിടത്തും പല പരാജയങ്ങൾ സംഭവിച്ചു എന്ന് വരാം. അതുപോലെ ഭാര്യാപുത്രാദികൾക്ക് ഒക്കെ ചില രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ശത്രുക്ലേശം ഉണ്ടാകാം. ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗം, പത്നീകോപം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, ഗോളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ഓം നമഃശിവായ ജപിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുന്നതാണ്. പിന്നെ ഞായറാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക, യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കുജൻ അനുകൂലനല്ല. കാര്യപരാജയം, രോഗക്ലേശങ്ങളെ, നീതി കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ടാകുക തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്.
ജോലി സ്ഥലത്തും ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. ഒരു നെയ്വിളക്കോ കുങ്കുമാർച്ചനയോ മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് പോയി തൊഴുതിട്ട് വരുന്നത് തന്നെ ആയാലും നല്ലതാണ്. ദുർഗാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദോഷം കുറയും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വഴക്ക്, സുഖക്കുറവ്, ശത്രുത തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ്. 8ലാണ്. ഈശ്വരാധീനക്കുറവുണ്ടാകാം, ദുഃഖമുണ്ടാകാം, സ്ഥാനഭ്രംശം ഉണ്ടാകാം, ധനനാശം, യാത്രാക്ലേശം, ഭാഗ്യദോഷം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുക്കൾ മൂലം ക്ലേശം ഉണ്ടാകാം, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, സന്താനങ്ങൾ കാരണം മനപ്രയാസം ഉണ്ടാകാം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മഹാലക്ഷ്മി സ്തവം ജപിക്കുക, മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരശതം ഇതൊക്കെ ജപിക്കുക. വളരെ നല്ലതാണത്. ദോഷങ്ങളൊക്കെ ഒത്ത് കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. വളരെയേറെ നേട്ടങ്ങൾ തരുന്നതാണ്. ധാന്യാഭിവൃദ്ധി ഉണ്ടാകുക, കുടുംബ സുഖമുണ്ടാകുക, ഗ്രഹഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. അപ്പോൾ രാഹു 18-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. എന്നാൽ 18-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് 19-ാം തീയതി മുതൽ അത്ര അനുകൂലൻ അല്ലാതെയാകുന്നതാണ്. മനക്ലേശം ഉണ്ടാകാം. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. പല സന്താനങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ ദുർഗാ മന്ത്രം ജപിക്കലോ ദുർഗാദേവിക്ക് അല്ലെങ്കിൽ മഹാദേവന് ചില പുഷ്പാഞ്ജലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക, പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പക്ഷേ കേതു 18-ാം തീയതി വരെ ദോഷപ്രദനാണെങ്കിലും 18-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് വളരെയേറെ അനുകൂലനാണ്. 18-ാം തീയതി വരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ക്ലേശങ്ങളും നഷ്ടങ്ങളും ഒക്കെ വരുത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തിയാൽ മതി. ഗണപതി ഭഗവാൻ ഒരു നാളികേരം ഉടയ്ക്കലോ ഒരു മാല ചാർത്തലോ പുഷ്പാഞ്ജലി നടത്തലോ ഒരു ഗണപതി ഹോമം തന്നെ ചെയ്യലോ ഓരോ മാസത്തിലും പക്കപ്പിറന്നാൾ വരുമ്പോൾ അതൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾ, കേതുവിൻ്റെ ദോഷമൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഇനി വൃശ്ചികക്കൂറ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. സന്തോഷം, സർവകാര്യ വിജയം, സ്വാസ്ഥ്യം, അഹങ്കാരം, ആഹാര വസ്ത്രാദികൾക്കൊക്കെ നന്നായിട്ട് ലഭിക്കുക, ധനലാഭം, മനസന്തോഷം ഉണ്ടാകുക, നിത്യവൃത്തിയിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകുക, അഭിമാനം പലയിടത്തും ഒരു നേട്ടമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നല്ല ഫലങ്ങളൊക്കെ പൊതുവെ തരുന്നതാണ്. നിത്യവൃത്തിയിൽ ഒരു ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ 15-ാം തീയതി മുതലൊരു അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും സ്നേഹിതരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസം, ഭാര്യാപുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ്. ശാരീരിക ക്ലേശം ഉണ്ടാകാം, പണത്തിന് ഞെരുക്കം ഉണ്ടാകാം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെ ദുർഗാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ ബുധൻ 23-ാം തീയതി വരെ അനുകൂലനാണ്. അന്നവസ്ത്രാദി ലാഭം, ഗ്രന്ഥപാരായണാദി സൽക്കർമ്മങ്ങൾ, കാര്യവിജയം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ 23-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ്. വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി നടത്തുക. സഹസ്രനാമ പുഷ്പാഞ്ജലിയുണ്ട്, അത് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. രാമായണം വായിക്കുന്നതും വളരെ നല്ലതാണത്. പിന്നെ വ്യാഴം 14-ാം തീയതി വരെ വളരെയേറെ അനുകൂലനാണ്. സർവകാര്യ വിജയം, ആരോഗ്യം അനുകൂലമായി വരിക, സന്താനഭാഗ്യം ഉണ്ടാകുക, പിന്നെ എല്ലാവിധമായ സുഖപ്രാപ്തി ലഭിക്കുക, ധനലാഭം ഉണ്ടാകുക,
നല്ല ജോലിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ നല്ല സാധ്യതയുണ്ട്, പ്രൊമോഷന് സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 14-ാം തീയതി മുതൽ അങ്ങോട്ട് വ്യാഴം അനുകൂലനല്ല, 8-ാം ഭാവത്തിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ഭാഗ്യക്കുറവ്, ഈശ്വരാധീനക്കുറവ്, ദുഃഖം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ദോഷങ്ങൾ നന്നായിട്ട് വരുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ 11-ാം ഭാവത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹം വന്നാൽ അതിന് കുറവുണ്ടാകും. പക്ഷേ അതുവരെ നല്ല ക്ലേശമുള്ള സമയമാണ്. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക തന്നെ വേണം. സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കലോ അല്ലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു പുഷ്പാഞ്ജലി നടത്തുക, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമസ്വാമി ക്ഷേത്രം, മഹാവിഷ്ണു, ഗുരുവായൂരപ്പ, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഒരു പുഷ്പാഞ്ജലി നടത്തിക്കോ, നല്ലതാണത്. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ്, സന്തോഷം തരും, സ്ഥാനമാനങ്ങളൊക്കെ തരുന്നതാണ്. സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശുക്രൻ, ഒരു ദോഷവും ഉണ്ടാകുന്നതല്ല. പിന്നെ ശനി 5-ാം ഭാവത്തിൽ അത്ര നന്നല്ല, ടെൻഷൻ ഉണ്ടാകാം, പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമൊക്കെ മനക്ലേശം ഉണ്ടാകാം, ബന്ധുക്കൾ മൂലം, സ്നേഹിതർ മൂലമൊക്കെ ആയിട്ടും മനക്ലേശം ഉണ്ടാകാം. പക്ഷേ ഇതുവരെ കണ്ടകശനിയായിരുന്നു, അതിനൊക്കെ വളരെ അത് മാറിക്കഴിഞ്ഞ് കണ്ടകശനി കുറഞ്ഞു, വളരെ വ്യത്യാസം ഉണ്ട്. പിന്നെ രാഹു അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്, നല്ല ടെൻഷൻ തരാം, പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമോ സ്നേഹിതർ മൂലമോ ഒക്കെ ആയിട്ട്. അപ്പോൾ മഹാദേവനെ ധാരാകുളമാലൊക്കെ ചടത്തുന്നത് നല്ലതാണ്. ഈ ഓം നമഃശിവായ ജപിക്കുന്നത് നല്ലതാണ്. ദുർഗാദേവിക്ക് ഒരു പുഷ്പാഞ്ജലി ചെയ്യുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷമൊന്നും ബാധിക്കില്ല. കേതു 18-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. പക്ഷേ 18-ാം തീയതി കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിന് ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദോഷം മാറുന്നതാണ്. ഇനി ധനുക്കുറ്, മൂലം, പൂരാട, ഉത്രാടം, കാല, ഈ 3 നക്ഷത്രങ്ങളാണ് ധനുക്കുറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ്. സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് ചില ക്ലേശങ്ങൾ, മനപ്രയാസം, ശത്രുക്ലേശം, മനഃശാഞ്ചല്യം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാരഗോളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകും. എന്നാൽ 15-ാം തീയതി മുതൽ വളരെയേറെ അനുകൂലനായിട്ടാണ്. സന്തോഷം ഉണ്ടാകാം, കാര്യലാഭം ഉണ്ടാകാം, സ്വാസ്ഥ്യം ഉണ്ടാകാം, ലോക ബഹുമാനം, ധനലാഭം, ശത്രുനാശം, രോഗനാശം, അതുപോലെ നിത്യവൃത്തിയിൽ, നിത്യത്തൊഴിലിലൊക്കെ ഒരു ചെറിയ ഉയർച്ചയും ലാഭമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. പിന്നെ കുജൻ അനുകൂലനല്ല, കാര്യതടസ്സം, ദൂരയാത്ര, സ്ഥാനഭ്രംശം, രോഗം ഉണ്ടാകുക, കടം വാങ്ങേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷം കുറയുന്നതാണ്. പിന്നെ ബുധൻ 6-ാം തീയതി വരെ അനുകൂലനാണ്, ശേഷം അത്ര അനുകൂലം അല്ലാതെയാണ്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ വ്യാഴം 14-ാം തീയതി വരെ അനുകൂലനല്ല, ദോഷപ്രദം തന്നെയാണ്, നല്ല ക്ലേശം തരുന്നതാണ്. ജോലി സ്ഥലത്തൊക്കെ ക്ലേശം, ജോലി മാറ്റം, ജോലി നഷ്ടം, ഭാര്യാപുത്രാദികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, സ്വർണമോ ധനമോ ഒക്കെ വളരെ നഷ്ടപ്പെടുക, അല്ലെ അധികമായിട്ട് ചിലവാക്കുക, ആക്കേണ്ടി വരിക, നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഒരു രക്ഷയാണ്. സഹസ്രനാമം അർച്ചന ചെയ്യുക, അതും വളരെ നല്ലതാണ്. വ്യാഴാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പക്ഷേ ഇത് 13-ാം തീയതി വരെയുള്ളൂ. 14-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് വ്യാഴൻ. സർവകാര്യ വിജയം ഉണ്ടാകുക, സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക, സർക്കാർ ജോലി ഒക്കെ ലഭിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇതൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യത ഉള്ള സമയമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, കുടുംബസുഖം, സ്നേഹിതർ മൂലം സന്തോഷം, ധന നേട്ടം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ശനി കണ്ടകശനി ആണ്, അത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത്ര ദോഷമല്ല എങ്കിലും വാഹനമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ജനോ എള്ളുകിഴിയോ ഒക്കെ കത്തിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് നല്ലതാണ്.
ഹെൽത്തിനെയൊക്കെ ചെറിയതായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിലോട്ടുള്ള ശനി ദൃഷ്ടിയും അത്ര നന്നല്ല. കർമ്മസ്ഥലത്തൊക്കെ ചില മാറ്റത്തിന് ഒക്കെ സാധ്യതയുണ്ട്. ടെൻഷൻ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഓം നമഃശിവായ ജപിക്കുന്നതും നല്ലതാണ്. ഓം ഈ അയ്യപ്പ സ്വാമിക്കൊരു എള്ളുകിരി കത്തിക്കുന്ന നല്ലതാണ്. ഈ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും നല്ലതാണ്. ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന മന്ത്രം ശനി മന്ത്രമാണ്. അത് ജപിക്കുക 108 പ്രാവശ്യം. വളരെ നല്ലതാണത്. ഇനി മകരക്കൂറ്. ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടം പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്കിപ്പോൾ സൂര്യൻ അനുകൂലമല്ലാതെയാണ്. നല്ല മനക്ലേശം, രോഗക്ലേശം, യാത്രാക്ലേശം, സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ, സ്നേഹിതർ മൂലം ക്ലേശങ്ങൾ, ധനഹാനി തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവനെ ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക. ദോഷങ്ങൾ കുറയുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനനാശം, വീട്ടുകാരുമായിട്ട് പിണക്കം ഉണ്ടാകുക, ഉദര സംബന്ധമായ രോഗം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ 23-ാം തീയതി വരെ അനുകൂലനാണ് ഈ ബുധൻ. ധനലാഭം, മാതാവും നിമിത്തം സന്തോഷം ഉണ്ടാകുക, നേട്ടം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക, കുടുംബസുഖം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ 23-ാം തീയതി കഴിഞ്ഞാൽ അത്ര അനുകൂലനല്ല ബുധൻ. അപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, രാമായണം വായിക്കുക. അതൊക്കെ ആയാൽ ഈ ബുധൻ്റെ ബുധനൊന്നും ക്ലേശം ചെയ്യില്ല, ശല്യം ചെയ്യില്ല. പിന്നെ വ്യാഴൻ 14-ാം തീയതി വരെ വളരെയേറെ അനുകൂലനാണ്. സുഖം, ഉന്നതി, ധനാഗമനം, കാര്യവിജയം, സന്താന ഭാഗ്യം ഉണ്ടാകുക, സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക, സ്ഥാനക്കയറ്റം ഉണ്ടാകുക, പലയിടത്തും മനസമാധാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. അപ്രതീക്ഷിത ധനനേട്ടത്തിന് ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ 14-ാം തീയതി വരെയുള്ളൂ. 14-ാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വീട്ടിലൊരു മ്ലാനത ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് ക്ലേശങ്ങൾ തുടങ്ങിയ നല്ല ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് 14-ാം തീയതി മുതലങ്ങോട്ട്. ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ശുക്രൻ അനുകൂലൻ അല്ലാതെയാണ്. ധനക്ലേശം, നിത്യവൃത്തിയിൽ ക്ലേശങ്ങൾ, ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തുക, പ്രത്യേകിച്ച് മഹാലക്ഷ്മി പ്രീതി വരുത്തുക. ദോഷങ്ങൾ കുറയും. പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. സർവകാര്യ വിജയം ഉണ്ടാകുക, സുഖം ഉണ്ടാകുക, ആരോഗ്യം അനുകൂലമായി വരിക, ധനലാഭം ഉണ്ടാകുക, ഉദ്യോഗ ലാഭം ഉണ്ടാകുക. ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. സുഖം, സർവ്വവിധമായ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ 18-ാം തീയതി വരെ രാഹു അനുകൂലനാണ്. 18-ാം തീയതി വരെയുള്ളൂ. അത് വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷേ 18-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് 19-ാം തീയതി മുതൽ അങ്ങോട്ട് ഇത്ര നന്നല്ല. ധനക്ലേശമൊക്കെ വരുത്താം, കുടുംബക്ലേശമൊക്കെ വരുത്താം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കേതുവും അത്ര അനുകൂലമല്ല. കേതു ദോഷം വരാതിരിക്കാനായിട്ട് ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി കുംഭക്കൂറ്. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാല ഈ 3 നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനാണ്. രോഗമുക്തി, മനസുഖം, മിത്രസ്നേഹം, ശത്രുപരാജയം, ബഹുമാനപ്രാപ്തി, ധനലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 15-ാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ്. ഗ്രഹകലകം ഉണ്ടാകാം, സ്ത്രീകൾ മൂലം ക്ലേശം ഉണ്ടാകാം, മനക്ലേശം ഉണ്ടാകാം, ധനക്ലേശം ഉണ്ടാകുന്നു തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, ഗോളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, പ്രശസ്തി, ആഭരണാദി ലാഭം, ശത്രുനാശം, രോഗശമനം, സർവകാര്യ വിജയം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ബുധൻ 6-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനനേട്ടം ഉണ്ടാകുക, നല്ല പല ആഭരണങ്ങളൊക്കെ ലഭിക്കുക. പക്ഷേ 6-ാം തീയതിക്ക് ശേഷം അനുകൂലനല്ലാതെ മാറുന്നതാണ്. അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 23-ാം തീയതി മുതലും അങ്ങോട്ട് അനുകൂലനായിട്ട് വരുന്നതാണ്. ധനലാഭം ഉണ്ടാകുക, മാതാവ് നിമിത്തം
സന്തോഷം ഉണ്ടാകുക. 23-ാം തീയതിക്ക് ശേഷം, അപ്പോൾ 6-ാം തീയതി മുതൽ 23-ാം തീയതി വരെ അനുകൂലനല്ല എന്ന് ആണ് മനസ്സിലാക്കുക. വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് 23-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട്. പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സമാധാനക്കുറവ്, ധനക്ലേശം, വീട് വിട്ടു പോകേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. മാതാവിന് വേണ്ടി അധികമായിട്ടുള്ള ധനച്ചെലവിന് സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ വീടോ വാഹനമോ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. അതിനുവേണ്ടി ധനം ചിലവാക്കുന്നതിന് സാധ്യത. അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പക്ഷേ 14-ാം തീയതി മുതൽ അങ്ങോട്ട് വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ്. ഈ ക്ലേശങ്ങളൊക്കെ 14-ാം തീയതി വരെയുള്ളൂ. അതിനുശേഷം അങ്ങോട്ട് വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. സ്ഥാനമാനങ്ങൾ, മനസമാധാനം, സന്താനഭാഗ്യം, ഇതൊക്കെ നല്ല ഒരു യോഗം ഉണ്ട് 14-ാം തീയതി മുതൽ അങ്ങോട്ട്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ധനലാഭം, ലോക ബഹുമാനം, സർവ്വവിധമായ സുഖപ്രാപ്തി, വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി 7 ശനിയായിട്ട് 2-ാം ഭാവത്തിൽ തുടരുന്നു. അത്ര നന്നല്ല, എങ്കിലും കഴിഞ്ഞ ജന്മശനിക്കാലത്തെക്കാട്ടിൽ വളരെയേറെ ഭേദം തന്നെയാണ്. എങ്കിലും 7 ശനിക്കാലമാണ്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹനുമാൻ സ്വാമി എടുക്കലും ഒരു വിളക്ക് കത്തിക്കലോ പ്രാർത്ഥിക്കലോ ഒക്കെ ചെയ്യുക. വളരെ ക്ലേശങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ്. രാഹു കേതുക്കൾ ദോഷപ്രദരായിട്ടാണ്. വളരെ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്, ധനക്ലേശം പ്രത്യേകിച്ച്. അപ്പോൾ ഇവരുടെ ദോഷങ്ങളൊക്കെ കുറയാനായിട്ട് ഓം നമഃ ശിവായ ജപിക്കലോ ദുർഗാമന്ത്രം ജപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹു ദോഷപ്രദനല്ലാതെ ആകുന്നതാണ്. പിന്നെ അടുത്തുള്ള അമ്പലത്തിൽ ഈ ആയില്യപൂജ, സർപ്പപൂജ ഉണ്ടല്ലോ, അത് ചെയ്യുന്നതും വളരെ നല്ലതാണ്. എന്നാൽ കേതു അതും ദോഷപ്രദനായിട്ടാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും ഉണ്ടാകില്ല. ഇനി മീനക്കൂറ്, പൂരിട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ബന്ധുവിരഹം ഉണ്ടാകുക, കാര്യപരാജയം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, ചതിവ് പറ്റുക തുടങ്ങിയ വളരെ ദോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. അപ്പോൾ മഹാദേവന് ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനനാശം, സന്താനങ്ങൾ മൂലം മനക്ലേശം, ബന്ധുക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസം, സ്ഥാനഭ്രംശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, അത് നല്ലതാണ്. ദോഷങ്ങളൊക്കെ കുറയുന്നതാണ്. പിന്നെ 6-ാം തീയതിക്ക് ശേഷം ബുധൻ 6-ാം തീയതിക്ക് ശേഷം 23-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ്. സന്തോഷം, ധനനേട്ടം, ആഭരണാദി പ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ 23-ാം തീയതിക്ക് ശേഷം ബുധൻ അനുകൂലനല്ലാതെ ആകുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വ്യാഴം 14-ാം തീയതി വരെ വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജോലി സ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങളോ ജോലി മാറുന്നതിനൊക്കെ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ട് വഴക്കോ, സ്ഥാനഭ്രംശം, രോഗം, പിതാവ് മൂലം മനക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. ദോഷം കുറയുന്നതാണ്. എന്നാൽ 14-ാം തീയതിക്ക് ശേഷം വളരെ ഭേദമാകുന്നതാണ്. ഒരു ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുന്നതാണ്. വളരെ നല്ലതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു കുറവുണ്ടാകുന്നതാണ്. അപ്പോൾ മാതാവിന് വേണ്ടിയൊക്കെ ധനം അധികമായിട്ട് ചിലവാകുക, ദൂരയാത്ര ചെയ്യേണ്ടി വരിക, ധനക്ലേശം ഉണ്ടാകാം, വീട് വിട്ടു പോകുന്നതിന് ഒരു സാധ്യത, ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, ശത്രുനാശം, സർവ്വവിധമായ സുഖപ്രാപ്തി, മനസമാധാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു. മനക്ലേശം, കുടുംബക്കാരുമായിട്ടൊക്കെ വഴക്ക്, രോഗക്ലേശങ്ങൾ, ധനക്ലേശം, ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയൊക്കെ വഴിപാട് ചെയ്യുക. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, ഹനുമാൻ ചാലീസ ജപിക്കുക.
ശനി മന്ത്രമായിട്ട് ഓം ശനീശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രം ജപിക്കുക. ശനിയാഴ്ച ആർക്കെങ്കിലും ഒരു പാവങ്ങൾക്കൊരു അന്നദാനം പോലെ 1-2 പേർക്കെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാഹു കേതുക്കൾ അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത്, വളരെ ദോഷപ്രദരാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, അപ്പോൾ രാഹു ക്ലേശം കുറയും. എന്നാൽ കേതു 18-ാം തീയതി വരെയുള്ളൂ ക്ലേശം ചെയ്യുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലനാണ്, നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ കേതു. അപ്പോൾ 18-ാം തീയതി വരെയുള്ള സമയത്ത് ഈ കേതുവിൻ്റെ ദോഷമൊന്നും ബാധിക്കാതിരിക്കാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കലോ പുഷ്പാഞ്ജലി ചെയ്യലോ മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓ